ഇനിയും നമുക്ക് ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ 7-ാം സ്കന്ധത്തില് ഇത്ര നേരം നമ്മൾ പറഞ്ഞതായ കഥകളുടെ വിഷയങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുപോയിട്ടുള്ളതും പിന്നെ അതിൽ നിന്ന് നമ്മൾ ആധികാരികമായിട്ട് ബോധിക്കേണ്ടതുമായിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കാരണം ഈ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പലരും അതിനെ അമ്മൂമ്മ കഥകൾ പോലെയും കെട്ടുകഥകളെ പോലെയും വെറും ഒരു നോവൽ സാഹിത്യം പോലെയൊക്കെയുള്ള ഒരു കെട്ടുകഥകളാണെന്ന് ചിലരെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ധാരണ ശരിയായ ധാരണകൾ അല്ല. കാരണം നമുക്ക് തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്, കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ശ്രുതിയിൽ, വേദത്തിൽ, ഗുരുപദേശത്തിൽ തന്നെ പറയുന്നതായ അതേ ആശയങ്ങള് പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ പരിശ്രമം, വിചാരം ചെയ്യുന്നവർക്കെല്ലാം ആത്മീയതയുടെ അപാരതയെ അവബോധപ്പെട്ടറിയുവാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് ഭാഗവതാദി പുരാണങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ പറയുന്ന കഥകൾ വാസ്തവത്തില് വല്ല കെട്ടുകഥകളോ അങ്ങനെയുള്ള കഥകളോ ഒന്നുമല്ല. ആ കഥകള് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോയവരുടെ അനുഭവ കഥകളിൽ നിന്നും വർത്തമാനകാല ജനതകള് അറിയേണ്ടതായിരിക്കുന്ന ചില തത്വങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അല്ലാതെ ഇത് വിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ചില കഥകൾ മാത്രമാണ് എന്നുള്ള പ്രചരണമൊന്നും നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ അതിലെ അനുകൂലമായ ഫലത്തെ കൊടുക്കുകയില്ല. എന്നാൽ വിപരീത ഫലത്തെ കൊടുക്കുവാൻ അത് ഇടയായി തീരുകയും ചെയ്യും. കാരണം അങ്ങനെ പറയലല്ല. കാരണം പരമാർത്ഥ രഹസ്യം, പരമാർത്ഥ തത്വം ബോധിച്ചിരിക്കുന്ന പണ്ഡിതന്മാരോടല്ല ഞാൻ ഈ ഭാഗവത ധ്യാനം പോലെയുള്ള ജ്ഞാനയജ്ഞങ്ങള് അല്ലെങ്കിൽ ഉപദേശരത്നങ്ങൾ നൽകുന്നത് എന്നുള്ള ഒരു അവബോധം എല്ലായ്പ്പോഴും ഗുരുജനങ്ങളിൽ ഉണ്ടായിരിക്കണം. പണ്ഡിതനോട് ഒന്നും പറയേണ്ടതില്ല. പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരോട് വാസ്തവത്തിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ട് ഇല്ല. അവരെല്ലാതിൻ്റെയും പരമാർത്ഥം അറിഞ്ഞിരിക്കുന്നവർ തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മളിവിടെ പറയുന്നത് ഈ സംസാരത്തിലെ അന്ധകരണ അനുഭവമായ സുഖവും ദുഃഖവും ഉള്ളതായി കൽപ്പിച്ച് ആ സുഖദുഃഖങ്ങളിൽ വിമ്മിഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ആളുകളെ ഭക്തിയിലൂടെ, വൈരാഗ്യത്തിലൂടെ, ജ്ഞാനത്തിലൂടെ ആത്മീയതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ, ഉപദേശങ്ങൾ ചെയ്യുകയാണെന്നുള്ളൊരു അവബോധം എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ പ്രചാരണം സമൂഹത്തിലെ വ്യക്തികളെ ധർമ്മം ആചരിക്കുവാൻ സഹായമായിട്ട് തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് നന്മ വിചാരിച്ച് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തിന്മയിലേക്ക്, അധർമ്മത്തിലേക്ക് കലാശിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും നമ്മൾ 3-ാമത്തെ ദിവസത്തിലെ കഥകളായിട്ടാണ് 7-ാമത്തെ സ്കന്ധം അവസാനം വരെയുള്ള ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നത്. 3-ാമത്തെ ദിവസത്തിലെ കഥകളിലെ യോഗ ഭൂമിക എന്ന് പറയുന്നത് തനുമാനസയാണെന്ന് നമുക്ക് ഭാഗവതത്തിലെ വിഷയം പറയുന്ന സന്ദർഭത്തിൽ വ്യക്തമാകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
മനസ്സിനെ ശുദ്ധമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങളാണ്, കഥകളാണ് മൂന്നാമത്തെ ദിവസത്തിൽ വരുന്ന കഥകളെല്ലാം തന്നെ. മനസ്സിനെ എന്തിനെയാണ് ശുദ്ധമാക്കുന്നത്? മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് സൂക്ഷ്മമാവുക. സൂക്ഷ്മമാകുമ്പോഴാണ് ആത്മീയതയുടെ ആ അനിർവചനീയമായിരിക്കുന്ന അവാച്യമായ അവബോധം അല്ലെങ്കിൽ ശുദ്ധബോധം അല്ലെങ്കിൽ നിജസ്മൃതി ഉണരുക. ആ ഉണരലാണ് ഇവിടെ ആവശ്യം. അല്ലാതെ ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയിൽ നിന്ന്, അവിദ്യയിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന് ഉണരുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മനസ്സിനെ തനൂകരിക്കാൻ, സൂക്ഷ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കഥകളാണ്. ഇവിടുത്തെ 7ാമത്തെ സ്കന്ധത്തിലെ വിഷയം പ്രത്യേകിച്ച് ഊദയഹ എന്ന് പറയുന്നതാണ്, ഊതികൾ എന്ന് പറയുന്നതാണ്. അപ്പൊ ഊതി എന്ന് പറഞ്ഞാൽ ഉദയാഹ, കർമ്മവാസനാഹ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ കർമ്മവാസനകള് നല്ലതെന്നും ചീത്തയെന്നും 2 തരത്തിലാണ് കർമ്മവാസനകളുള്ളത്. നല്ല വാസനയെ ധർമ്മമെന്നും സത്യമെന്നും ശാസ്ത്രമെന്നും പറയും. ചീത്തവാസനയെ അധർമ്മമെന്നും അശാസ്ത്രീയമെന്നും അതുപോലെ പാപ എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ഇവിടെ നല്ല വാസന എങ്ങനെ നമ്മളിൽ ഉണ്ടാകും, എങ്ങനെ അത് നിലനിൽക്കും, അതുപോലെ ചീത്തവാസന എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ നിലനിൽക്കുന്നു, ആ ഒരു ആശയത്തെ ഒരച്ഛന്റെയും ഒരു മകന്റെയും കഥയിലൂടെ വ്യക്തമാക്കി തരുവാനാണ് പുരാണ ഋഷി ഇവിടെ പരിശ്രമം ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ നല്ല വാസനയ്ക്ക് സജ്ജന സംസർഗമാണ് പറഞ്ഞിരിക്കുന്നത്. സജ്ജനങ്ങളുടെമായിരിക്കുന്ന സംസർഗം. സാധുജനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാണൻ പോയാലും സ്വധർമ്മം ത്യജിക്കാത്തവരെ, സ്വധർമ്മം ഉപേക്ഷിക്കാത്തവരെയാണ് സാധുജനങ്ങള്, സജ്ജനങ്ങള് എന്ന് പറയുക. ഞാൻ സന്യാസിയാണ്. സന്യാസം വാസ്തവത്തില് ധർമ്മത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും അശാസ്ത്രത്തിൽ നിന്നും ഒക്കെ അതീതമായിരിക്കുന്ന ഒരു തത്വനിഷ്ഠയുടെ, ബ്രഹ്മനിഷ്ഠയുടെ പരിപൂർണ തലമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മുന്നിലുണ്ട് എന്ന് വരികയാണെങ്കിലും ഞാനിപ്പം ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ, സമൂഹത്തിലെ ഒരു അംഗമായിട്ട് ജീവിക്കുമ്പോൾ, സമൂഹത്തിലെ വ്യക്തികളിൽ നിന്നും അന്നവും വസ്ത്രവും ഭക്ഷണവും അതുപോലെ ധനവുമെല്ലാം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ഒരു സന്യാസി എന്നുള്ള രീതിയിൽ എനിക്ക് ബാധ്യതയും ധർമ്മവും കടമയും ഒന്നുമില്ലെങ്കിൽ കൂടിയും സമൂഹത്തിനോടൊരു കടമയുണ്ട്. ആ കടമ സമൂഹത്തിലെ ഈ സംസാരത്തിലെ അനുഭവങ്ങളില് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ജ്ഞാനം അവയുടെ ആർജനത്തിന് വേണ്ടിയിരിക്കുന്ന ഉപായങ്ങൾ, ഉപദേശങ്ങള് വരുന്നവരുടെ തലം, ആ അധികാരം, അർഹത അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അത് പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ദൈവമില്ല, ഈശ്വരനില്ല, എല്ലാം മിഥ്യാഭ്രമങ്ങളാണ്, ബോധം മാത്രമാണ് സത്യം എന്നെല്ലാം ഉള്ള രീതിയിൽ വെറുതെ ഒരാശയക്കുഴപ്പം സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടൊരിക്കലും ഒരു സന്യാസി അധപതിക്കുവാനോ ഉയരുവാനോ പാടുകയില്ല. ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ സന്യാസി ജനങ്ങളെ പോലെയുള്ള സന്യാസികളും ആയിരിക്കുന്ന സംസർഗം, ആ സംസർഗത്തിന്റെ ഫലമായിട്ട് നമുക്ക് എന്തിനവസരം ഉണ്ടാകും? ഈശ്വരനെ ഭജിക്കുവാൻ, ഉപാസിക്കുവാൻ അവസരമുണ്ടാകും. അപ്പൊ നമ്മളിവിടെ ത്രിപുരാശ്രമം, ത്രിപുരാശക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രീവിദ്യ, ശ്രീ ലളിതാമഹാ ത്രിപുര സുന്ദരിയെ ത്രിപുരാശക്തി എന്നുള്ള നാമത്തില്
അതിൽ അതിഗോപ്യമായിരിക്കുന്ന ആ ഉപാസന അനുഷ്ഠാന സമ്പ്രദായങ്ങൾ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും ഫോളോ ചെയ്യുവാൻ പറ്റിയ രീതിയിൽ ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആർഷ സംസ്കാര പൈതൃകത്തിൽ പറയുന്നതായിരിക്കുന്ന ആ ക്ഷേത്രം, അതുപോലെ വൈദ്യം, ജ്യോതിഷം, തന്ത്രം, യോഗം, മനഃശാസ്ത്രം, അങ്ങനെ പുരാണം, ഇതിഹാസം, ശ്രുതി, സ്മൃതി തുടങ്ങിയിരിക്കുന്ന എല്ലാ നമ്മുടെ പൗരാണികമായിരിക്കുന്ന ആ ആശയ സംഹിതകളുടെ ബോധിച്ച ഒരു ആ തത്വത്തെ, ജ്ഞാനത്തെ, അറിവിനെ ഇവിടെ എത്തുന്നവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സജ്ജന സംസർഗത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് സത്സംഗത്തിന് അവസരം ഉണ്ടാവുക. അപ്പോ ആ സത്സംഗത്തിൽ നിന്നുമാണ് എന്താണ് ഈശ്വരൻ, ഈശ്വരനെ എങ്ങനെ ഭജിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ഉപാസിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈശ്വരനെ നമുക്ക് പൂജിക്കുവാനും അതുപോലെ ജപിക്കുവാനും ഹോമം, യാഗം തുടങ്ങിയ പ്രക്രിയകളിലൂടെ ഈശ്വര പ്രീതിക്ക് ആവശ്യമായിരിക്കുന്ന വൈദിക ധർമ്മ സംസ്കാരം ആചരിക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ. അത് നമ്മളൊരിക്കലും വിസ്മരിക്കുവാൻ പാടുകയില്ല. അപ്പൊ സജ്ജന സംസർഗം നമുക്ക് സദ്വാസനയെ, നല്ല വാസനയെ, ശാസ്ത്രോക്തമായിരിക്കുന്ന സദ്ധർമ്മത്തെ ആചരിക്കുവാനുള്ളൊരു ആർജവം പ്രദാനം ചെയ്യും. പിന്നെ ചീത്തവാസന എങ്ങനെയുണ്ടാകുന്നു? സജ്ജന നിന്ദ കൊണ്ടാണ് ചീത്ത സംസ്കാരം, അശാസ്ത്രീയമായ വാസന ഉണ്ടാകുന്നത്. സാധുജനങ്ങളെ, സന്യാസജനങ്ങളെ, കാരണം ആരെയും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വീക്ഷണകോണിൽ നിന്നാണ്, അവരുടെ അറിവിന്റെ തലത്തിൽ നിന്നാണ്. സന്യാസിയായാലും ഒരു ഗൃഹസ്ഥനായാലും ഒരു പണ്ഡിതനായാലും ഒരു അപണ്ഡിതനായാലും ആരായാലും ഒരു വിഷയത്തെ, ഒരു വസ്തുതയെ, ഒരു സംഭവത്തെ വിലയിരുത്തുന്നത് അവരുടെ അറിവിന്റെ അനുഭവതലത്തിൽ നിന്നുമാണ്. അവരുടെ അറിവിന്റെ അനുഭവതലത്തിൽ നിന്നും ആ വിഷയം വിലയിരുത്തുന്നത് കൊണ്ട് അത് അവർക്ക് മാത്രം ശരിയാകുന്നൊരു വിഷയമാണ്, അത് അവരുടെ മാത്രം ശരിയാകുന്ന വിഷയമാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടുകയില്ല. എല്ലാവരുടെയും ശരി എന്നുള്ള രീതിയിൽ ഒരു ശരിയെ നമുക്ക് പറയുവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഒരു സാധു, ഒരു ഋഷി, ഒരു ഗുരു, ഒരു ആചാര്യൻ, ഒരു തപസി, ഒരു സന്യാസ ചിത്തത്തിലേക്ക് നമുക്ക് ഉണരുവാൻ സാധിക്കുക തന്നെ വേണം. അതില്ലാത്തിടത്തോളം കാലം, അവിടേക്ക് ഉയരാത്തിടത്തോളം കാലം, അവിടേക്ക് ഉണരാത്തിടത്തോളം കാലം ആരും വിലയിരുത്തുന്നത് അവരുടെ അനുഭവതലത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ആ വിലയിരുത്തലുകൾ ശരിയാവുകയില്ല. അപ്പൊ ഇവിടെ എല്ലാ PhDകളും എല്ലാ ബിരുദങ്ങളും ഞാൻ കരസ്ഥമാക്കി, അതുകൊണ്ടൊരു കാഷായാംബരം ധരിച്ചിരിക്കുന്ന ആളുടെയും ചേതവികാരം ഇന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു സാധുജനത്തെ എന്താ പറയുക, അവഗണിക്കുവാനോ അതുപോലെ അവഹേളിക്കുവാനോ മുന്നിലേക്ക് വരരുത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള സജ്ജന നിന്ദ ചെയ്യുന്നതാണ് ചീത്തവാസനയ്ക്ക് അല്ലെങ്കിൽ ദുർജന ആ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അശാസ്ത്രീയമായിരിക്കുന്ന ധർമ്മം ഉണ്ടാകുവാൻ കാരണം സജ്ജനങ്ങളെ നിന്ദിക്കുന്നത് കൊണ്ടാണ്. കാരണം സജ്ജനങ്ങളെ നിന്ദിക്കുന്നവർ വിഷയത്തെ ഭജിക്കുന്നവരായിരിക്കും. കാരണം സജ്ജനങ്ങള് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങള്, അതിലുള്ള ആ ആസക്തിയെ ഈശ്വരനിലുള്ള ആസക്തിയാക്കിയിട്ട് മാറ്റുവാനുള്ള ഉപായത്തെ നിർദ്ദേശിക്കുന്നവരാണ് സജ്ജനങ്ങൾ. എന്നാൽ അതീന്ദ്രിയമായ, നിർവിഷയമായ,
അദൃഷ്ടമായ ഈശ്വരീയമായ സത്തയെക്കുറിച്ച് വിഷയഭജനം നടത്തുന്നവർക്ക് അംഗീകരിക്കുവാനോ ബോധിക്കുവാനോ സാധ്യമല്ലാത്തതുകൊണ്ട് അവർ സാധുക്കളെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനായിട്ടൊക്കെ മുന്നിലേക്ക് വരും. അപ്പൊ അങ്ങനെ സജ്ജനങ്ങളെ നിന്ദിക്കുന്നതിന്റെ ഫലമായിട്ട് എന്താണ്? അവർ വിഷയത്തെ എന്നുവെച്ചാൽ കണ്ണിന് അവർക്ക് രസം തോന്നുന്ന രൂപങ്ങളിലും അതുപോലെ ഭക്ഷണം അവർക്ക് രുചി തോന്നുന്ന ഭക്ഷണങ്ങളിലും അതുപോലെയുള്ള പഞ്ചേന്ദ്രിയ വിഷയങ്ങളിലും അവർ രമിക്കുന്നവരായിട്ട് തീരും. സുഖം കണ്ടെത്തുവാൻ കഠിന യത്നം ചെയ്യുന്നവരായിട്ട് തീരും. അപ്പോ സജ്ജന നിന്ദയും വിഷയഭജനവുമാണ് ദുസ്സംസ്കാരം എന്നുവെച്ചാൽ ചീത്തവാസനകളെ ഉണ്ടാകുവാൻ കാരണമെന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. അപ്പൊ ഈ രണ്ട് വാസനയുടെയും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ആശയത്തെ ഹിരണ്യകശിപു എന്ന് പറയുന്ന അച്ഛന്റെ കഥയിലൂടെയും പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു മകന്റെ കഥയിലൂടെയുമാണ് വെളിപ്പെടുത്തുന്നത്, രേഖപ്പെടുത്തുന്നത്, അറിയിപ്പിക്കുന്നത്. പ്രഹ്ലാദൻ അനന്യഭക്തന്മാരിൽ ഏകാന്ത ഭക്തന്മാരിൽ ആ നിർഗുണ ഭക്തിയുടെ പരമോന്നത തലത്തിൽ ഉയർന്നു ഉണർന്നിരിക്കുന്ന വ്യക്തി പ്രതിഭാസമായിട്ടാണ് നമുക്ക് പ്രഹ്ലാദത്തിനെ ഭാഗവതത്തില് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഹിരണ്യകശിപു അവന്റെ അച്ഛൻ ഹിരണ്യകശിപു ആസുരികമായ രജോ ഗുണത്തിന്റെ പ്രകടഭാവമായിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയതെന്നുള്ളതിന്റെ കഥകൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഭാഗവത ധ്യാനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോ യുധിഷ്ഠിര നാരദ സംവാദമായിട്ട് ആ കഥ നമുക്ക് ഇവിടെ ഈ ഭാഗവത ധ്യാനത്തിൽ നിന്നും ശ്രവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തന്റെ സ്വന്തം സഹോദരനായ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ കരങ്ങളെ കൊണ്ട് മരണപ്പെട്ടപ്പോൾ തന്റെ അമ്മയായ ദിതി ദേവിയെയും അതുപോലെ സഹോദര പത്നിമാരെയും അതുപോലെ സഹോദരന്റെ മക്കളെയും ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരെ സമാധാനമുള്ളവരാക്കുവാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപു ചില കഥകളെല്ലാം പറയുന്നുണ്ട്. ആത്മജ്ഞാനം ഉണരുവാൻ ഉപകാരം ചെയ്യുന്ന ചില കഥകളൊക്കെ, പ്രയോജനം ചെയ്യുന്ന ചില കഥകളൊക്കെ പറയുന്നുണ്ട്. ആ കഥകൾ നമ്മൾ വാസ്തവത്തില് കഥ പറയുന്ന സാഹചര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊന്ന് ചെറുതായിട്ട് നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കാം. അതായത് പറയുന്നത് ഹിരണ്യാക്ഷൻ വീരമൃത്യുവാണ് വരിച്ചിരിക്കുന്നത്, അതിനാൽ വീരസ്വർഗം ലഭിക്കും. കാരണം അപ്പോ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാള് യുദ്ധത്തിൽ മരിച്ചാൽ നരകത്തിലേക്ക് പോകും, ദുഃഖിക്കാനിടയായിട്ട് തീരും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കും? ഒരിക്കലുമില്ല. അപ്പൊ യുദ്ധം ക്ഷത്രിയന്റെ അല്ലെങ്കിൽ ഭടന്മാരുടെ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ നിയമസംരക്ഷകന്മാരുടെ ധർമ്മമാണ്. അപ്പൊ ആ ധർമ്മം ചെയ്യുന്ന സാഹചര്യത്തിൽ മരണം സ്വാഭാവികമായിട്ടും വന്ന് ചേരാൻ ഭവിക്കാം. അപ്പൊ മരണം കൊണ്ട് അവർക്ക് ദുഃഖവും നരകവുമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ കടമ നിർവഹിക്കുവാൻ മുന്നോട്ട് വരും? ഒരിക്കലുമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീരസ്വർഗമാണ്, വീരമൃത്യു വരിച്ചാൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ദുഃഖിക്കുവാൻ യാതൊരു അവസരവുമില്ല. പിന്നെ അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടുള്ള ഫലങ്ങൾ അവർക്ക് പിന്നീട് ഭവിക്കും. അവിടെ നമുക്ക് വിഷയമല്ല. ഇപ്പൊ ഇവിടെ യുദ്ധത്തെ സംബന്ധിച്ച് യുദ്ധത്തിൽ ശത്രുവിനോട് പൊരുതി മരിച്ചാൽ കൂടിയും അവിടെ എന്താണ്? വീരസ്വർഗമാണ്. അതിനിപ്പോ ജയിച്ചാലോ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം. ഇതാണ്. അപ്പൊ തന്റെ സഹോദരൻ വീരമൃത്യു വരിച്ചതുകൊണ്ട് വീരസ്വർഗം ലഭിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നു, ഉദിച്ചതൊക്കെ അസ്തമിക്കും, വരുന്നതൊക്കെ പോകും. ഈ വഴിയമ്പലത്തിൽ ആളുകൾ കൂടുന്നത് പോലെയാണ് നമ്മളെല്ലാം എവിടെ നിന്നോ വന്ന് എവിടെയോ വെച്ചൊന്ന് ഒത്തുകൂടുന്നു. അവിടുത്തെ ഉത്സവത്തിന്റെ ആ ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നതുപോലെ തന്നെ നമ്മൾ പരസ്പരം പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. വെള്ളപ്പൊക്കത്തിൽ മണൽത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുപോലെ ജനന മരണങ്ങളും
മോക്ഷമുക്തി, യഥാർത്ഥ ആത്മജ്ഞാനം ലഭിക്കുന്നു. പക്ഷേ അസുരന്മാരുടെ പട്ടികയിൽ മോക്ഷമുക്തിയൊന്നുമില്ല. അതുകൊണ്ട് അവർക്കെന്താണ് ഈ ജനനവും മരണവും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസാര ചക്ര ഒരു പ്രതിഭാസമായിട്ടാണ് അവർ വെളിപ്പെടുത്തുന്നത്. കാരണം അവരുടെ നിഘണ്ടുവിൽ മുക്കരിയില്ല. പിന്നെ തന്റെ ആ ഉപദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോടും ഒക്കെ പറയുന്നു. ഒരു ഉഷി നരേശന്റെ കഥ പറയുന്നുണ്ട്. യുദ്ധത്തിൽ ഉഷി നരേശൻ എന്ന് പറയുന്ന രാജാവ് മരിക്കുന്നുണ്ട്. അപ്പൊ രാജ്ഞിമാര് ദുഃഖം കൊണ്ട് ശവം കൂടി മറവ് ചെയ്യുവാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ യമന് കൂടി ദയ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ വേഷത്തിൽ യമൻ അവിടെ എത്തിയിട്ട് അവരോട് ചില കഥകൾ പറയുന്നുണ്ട്. നിങ്ങൾ പ്രായമായവരല്ലേ, നിങ്ങളുടെ ഭർത്താവ് ശരീരമാണെങ്കിൽ ഇതാ കിടക്കുന്നു, ജീവനാണെങ്കിലോ നശിക്കുകയുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിലപിക്കുന്നത്? വീണ്ടും യമധർമ്മൻ അവരോട് ഒരു കഥ കൂടി പറയുകയാണ്. കുലിംഗ മിഥുനങ്ങളുടെ കഥയാണ് പറയുന്നത്. അതായത് കാട്ടിൽ കൂടുകൂട്ടിയിട്ട് കുലിംഗപക്ഷികള് ഇണയോടും മക്കളോടും കൂടി താമസിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പെൺപക്ഷിയെ കാട്ടാളൻ വലയിൽപ്പെടുത്തി അപായപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് കണ്ട ആൺപക്ഷി വിഷാദിക്കുന്നുണ്ട്. അങ്ങനെ ആ വിഷാദത്തിൽ പരിസരം മറന്നിരിക്കുമ്പോൾ അതിനെയും കാട്ടാളൻ എയ്ത് വീഴ്ത്തുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നെന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? കാട്ടാളൻ എന്ന് പറയുന്നത് കാലനാണ്, വല എന്ന് പറയുന്നത് കാലപാശമാണ്. അപ്പോ നമ്മളിപ്പോ ജയന്തി അല്ലെങ്കിൽ പിറന്നാള് ഇതൊക്കെ വാസ്തവത്തിൽ നല്ല രീതിയിൽ ഇവിടെ ആഘോഷിച്ചു വരികയാണ്. അതെന്നൊക്കെ വാസ്തവത്തിൽ എന്താണ്? നമ്മുടെ വിലപ്പെട്ട നിമിഷങ്ങള് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്ര കാലം പിന്നിട്ടു മോക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി, അറിവിന് വേണ്ടി, ആത്മാവിന് വേണ്ടി നീ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു എന്നൊരു അവബോധം ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നതെങ്കിൽ അത് ശാസ്ത്രീയമാകും. മറിച്ച് നമ്മുടെ അഹങ്കാരവും അഭിമാനവും വർദ്ധിപ്പിക്കുവാനാണത് സഹായകമാകുന്നതെങ്കിൽ അവയെല്ലാം ദുഷ്പ്രയോജനവും ആകും. അപ്പോ ഈ കഥയിൽ നിന്നും മരിക്കുന്നതിന് മുമ്പേ മനുഷ്യർ അവർ ചെയ്യേണ്ടതായിരിക്കുന്ന കർത്തവ്യകർമ്മങ്ങൾ ചെയ്യണം. അതായത് ഗൃഹസ്ഥാശ്രമികളാണെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കളെ തുടങ്ങിയവരെ സംരക്ഷിക്കണം, നോക്കണം. അതും കഴിഞ്ഞ് അവരെന്ത് ചെയ്യണം? സന്യസിക്കണം എന്നുള്ളതാണ്. കാരണം സന്യാസി പരമം സുഖം, സന്യാസത്തിൽ മാത്രമാണ് മുക്തി, ജ്ഞാനം പറയുന്നത് നമ്മുടെ വൈദിക ധർമ്മശാസ്ത്ര പ്രകാരം. അസംസ്കാരം അനുസരിച്ച് ആരും അങ്ങനെ, ഭൂരിപക്ഷം പേരും അങ്ങനെ മുന്നോട്ട് പോകുന്നില്ല എന്നതുകൊണ്ട് ശാസ്ത്രം അല്ലാതെയാകുന്നില്ല. ഇവിടെ അവരവരുടെ കടമ ചെയ്യണം. അങ്ങനെ യമൻ പറയുന്നതിന്റെ താല്പര്യം മനസ്സിലായിരിക്കുന്ന ഉഷി നരേശ പത്നിമാര് ശവം മറവ് ചെയ്യുവാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ അമ്മയെയും സഹോദര പത്നിയെയും അതുപോലെ ആ കുഞ്ഞുങ്ങളെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് ഹിരണ്യകശിപു തപസ്സിന് വേണ്ടി പോയി. ആ തപസ്സൊക്കെ നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രഹ്ലാദന്റെ ആ കഥയുടെ താല്പര്യവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രഹ്ലാദനെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രഹ്ലാദൻ അച്ഛനോട് പ്രത്യേകം എന്താണ് നീ മനസ്സിലാക്കിയെന്നുള്ള ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയിൽ നവതാഭക്തികളിലൂടെ വിഷ്ണുവെ, ഈശ്വരനെ ഉപാസിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ധ്യാനം, പാദസേവ ചെയ്യുക, പൂജിക്കുക, വന്ദിക്കുക, ദാസ്യം ചെയ്യുക, സഖ്യഭാവം ചെയ്യുക, ആത്മാർപ്പണം ചെയ്യുക, ഇങ്ങനെ നവവിധ ഭക്തികളിലൂടെ ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കണം. എന്നാൽ ഗൃഹാന്തകൂപത്തിൽ മുഴുകിപ്പോകുന്നവർക്ക് ഭക്തി ഉണ്ടാകുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം വിഷയാസക്തന്മാർക്ക് ഈശ്വരപ്രാപ്തി ലഭ്യമല്ല. കാരണം അവരനിത്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളിലാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ച് നിത്യമായ സുഖത്തിൽ നിന്നും അകന്നു പോവുകയാണ്. നിത്യമായ സുഖം അവർക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയാത്തത് കൊണ്ടാണ് അവർക്ക് എന്നും ദുഃഖവും ദുരിതവും ഒറ്റപ്പെടലും ബോറിങ്ങും വിരസതയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. യഥാർത്ഥ ജ്ഞാനിയായ സന്യാസിക്ക് ഒരു ഏകാന്തതയോ ഒരു വിരസതയോ ഒരു ബോറിംഗ് ഒന്നും സത്യത്തിൽ ഉണ്ടാവുകയില്ല. അതൊക്കെ അനിത്യ വിഷയങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ള പഠനവും അതിനു വേണ്ടിയിട്ടുള്ള ജീവിത രീതിയും ആകുമ്പോഴാണ് അങ്ങനെയുള്ള സൈക്കോസൊമാറ്റിക് ഡിസീസുകളെല്ലാം തന്നെ ഉദയം ചെയ്യുന്നത്. അത് നിത്യസുഖത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാകണം എന്ന്
അവിടെ അപ്പൊ അങ്ങനെ നിത്യസുഖത്തിന് വേണ്ടിയിട്ട് ജീവിക്കണമെങ്കിൽ ഈശ്വരനെ പ്രാപിക്കുവാൻ സാധിക്കണം. ഈശ്വരനെ പ്രാപിക്കുവാൻ മഹാത്മാക്കളായിരിക്കുന്ന സന്യാസ ജനങ്ങളുടെ പാദരേണുക്കൾ അണിയുവാനുള്ള ഭാഗ്യമുണ്ടാകണം. എങ്കിലേ അച്ഛ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ അച്ഛനോട് പറഞ്ഞപ്പോ ഹിരണ്യകശിപു സ്വന്തം പുത്രൻ അഹിതം ചെയ്താൽ അവനെ ശത്രുവായും പരപുത്രൻ ഹിതം ചെയ്താൽ അവനെ മിത്രമായിട്ടൊക്കെ കാണണം എന്നും പറഞ്ഞ് കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളെല്ലാം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായി. അങ്ങനെ ആ കുട്ടിയെ കാലപാശത്തിൽ, അതായത് വരുണപാശത്തിൽ ബന്ധിച്ചുകൊണ്ട് ഗുരുക്കന്മാര്, ഇത് നമ്മൾ കഥ വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിച്ചതുകൊണ്ടാണ് തത്വപായിലെ ചില പ്രധാന ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇതിനൊന്ന് ആ 7ാമത്തെ സ്കന്ധത്തിൽ ഇതേവരെ പറഞ്ഞ ആശയങ്ങളൊന്ന് നമ്മളൊന്ന് സ്പർശിച്ചു പോകുകയാണ്, അതിന്റെ തത്വം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി. അപ്പൊ ചണ്ടാമർക്കന്മാര് പ്രഹ്ലാദനെ വരുണപാശത്തിൽ ബന്ധിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അവര് അവിടെ ഇല്ലാതിരുന്ന സമയത്ത് കുട്ടികളോട് എന്താണ് പ്രഹ്ലാദൻ പറയുന്നത്? മനുഷ്യജന്മം എന്തോനാം നരജന്മം സുദുർലഭം, ദുർലഭമായിട്ട് ലഭിക്കുന്നതാണ്. എത്രയോ നാൾ കൊതിച്ചതിന്റെ ഫലമാണ് നമുക്ക് ഇത്തരമൊരു മനുഷ്യജന്മം. ഈ മനുഷ്യജന്മം വിഷയവൈരാഗ്യവും ആത്മരതിയും വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ആത്മരതിയും വിഷയവൈരാഗ്യവും മനുഷ്യജന്മം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരു സുകൃതമാണ്. അപ്പൊ ഈ ജന്മം എന്ന് പറയുന്നത് തന്നെ ആത്മാനുഭൂതിക്കാണ്. നരകത്തിലും ലഭിക്കുന്ന വിഷയസുഖത്തിന് വേണ്ടിയിട്ടല്ല ജന്മം. ഈ വിഷയാസക്തി എന്ന് പറയുന്നത് നരകത്തിലേക്കുള്ള വഴിയാണ്. ആയതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടും മുമ്പേ ഭക്തി വളർത്തുവാൻ ശ്രമിക്കണം. പ്രായമായാൽ അത് പ്രയാസമാണ്. ഭാഗവത ധർമ്മം അനുഷ്ഠിക്കണം. ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് ഭക്തി വളർത്തലാണ്. നോക്കൂ, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് കൂടിയാൽ 100 അതിൽ പകുതി ഉറക്കമായിട്ട് പോകുന്നു. 20 വരെ ബാല്യം, അവസാനത്തെ 20 വാർദ്ധക്യത്താലുള്ള കെടുതിയാണ്. യൗവനം കാമത്താൽ മനസ്സിളകിയിരിക്കുന്ന കാലം. പ്രായമായാൽ ഭാര്യാമക്കളിലുള്ള ആസക്തിയാണ്. ഭാര്യാഭർത്താക്കന്മാരുമായിട്ട് രഹസ്യ സമാഗമത്തിനുള്ള ആസക്തി, വീടിനോടും സാധനങ്ങളോടും ബന്ധുക്കളോടും എല്ലാത്തിനോടും ആസക്തി. ഈ ആസക്തി പ്രായമാകുമ്പോഴേക്കും ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണം? കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഭജനം, ദൈവത്തെ, ഈശ്വരീയ ശക്തിയെ, ത്രിപുരാശക്തിയെ ഉപാസിക്കുവാൻ സാധിക്കണം. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? നമ്മൾ അസുരരായതുകൊണ്ട്, എന്നുവെച്ചാൽ രജോഗുണ സ്വഭാവം, കാമികളായതുകൊണ്ട്. അപ്പൊ ക്രൂര സ്വഭാവമുള്ളവരായ നമ്മൾ അതെല്ലാം മാറ്റി ദയോടുകൂടി പെരുമാറിയാൽ ഭഗവാൻ അനുഗ്രഹിക്കും, ഈശ്വരീയ കൃപ ലഭിക്കും. അങ്ങനെ കുട്ടികൾക്ക് അവിടെ കുട്ടികൾ പ്രഹ്ലാദനോട് ചോദിക്കുന്നുണ്ട്, നമ്മളെല്ലാം ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാത്ത ഈ രഹസ്യം അറിവ് അങ്ങേക്ക് എങ്ങനെ കിട്ടി എന്ന് പറയുമ്പോഴാണ് കയാധുവിനെ, തന്റെ സ്വന്തം അമ്മയെ നാരദ മഹർഷി രക്ഷിച്ചതും ആ നാരദ മഹർഷിയുടെ സത്സംഗ ശ്രവണം നടത്തുവാൻ ഭാഗ്യമുണ്ടായതൊക്കെ. ഗർഭിണിയായിട്ട് ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന ശ്രവണം, ആ സംസ്കാരം ഗർഭത്തെ ശിശുവിനെ, വളർന്നു വരുന്ന ശിശുവിനെ ബാധിക്കുമെന്നും നമുക്ക് ഈ പ്രഹ്ലാദ ചരിത്രത്തിൽ നിന്നും സുവ്യക്തമാകുന്ന ഒരു തത്വമാണ്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിൽ ഭക്തി വളർത്തുവാൻ വേണ്ടിയിട്ടാണ്. ഭക്തി വളർത്തിയിട്ട് ഉണ്ടെങ്കിൽ എന്ത് സാധിക്കും? വിഷയവൈരാഗ്യം ഉണ്ടാകും. ഇപ്പൊ ഇല്ലാത്തതായ വിഷയം വിട്ട് ഉള്ളതായ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് പോകും. ഇപ്പൊ ഈശ്വരനെ അറിയുവാൻ ഭക്തിയോഗത്തിലൂടെ ഈശ്വരനുമായി ചേർന്ന് ഒന്നാകുവാൻ സാധിക്കണം. അതിനെ പ്രേമഭക്തി വളർത്തണം. അവിടെ നമ്മുടെ നരസിംഹം, അതുപോലെ എന്താ പറയുക, ഈ വാമനൻ, അതുപോലെയൊക്കെയുള്ള ഭഗവാന്റെ അവതാരാദി ലീലകളിൽ അങ്ങേയറ്റത്തെ പ്രിയം ഉണ്ടാകണം. എല്ലാം മറന്ന് ഇവകൾ ചെയ്യുന്നവരിൽ പ്രേമഭക്തി ഉണരും. അതിനാൽ നമുക്കെല്ലാം ജപിക്കാം. അങ്ങനെ എല്ലാവരും നാരായണ നാരായണ എന്ന് ജപിച്ച സന്ദർഭം അവിടേക്ക് ആ ഹിരണ്യകശിപു ഓടി വരുന്നതും, എവിടെടാ നാരായണൻ എന്ന് ചോദിക്കുന്നതും, തൂണിലുണ്ടോ എന്ന് കൊണ്ടെന്ന് പറയുന്നതും, ഇടിക്കുന്നതും, അവിടെ ആ പ്രളയകാലത്തിലെ എന്താ പറയുക, ആ ശബ്ദത്തെക്കാൾ ഭീകരമായ, അതിഭീകരമായ ശബ്ദത്തോടും രൂപത്തോടും കൂടി ഭഗവാൻ അവതരിക്കുന്നതും ഹിരണ്യകശിപുവെ നിഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ഭാഗവത ധ്യാനം 7ാമത്തെ ആ സ്കന്ധത്തിലൂടെ ശ്രവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ എന്നിട്ട് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. എന്താണ് പ്രഹ്ലാദ സ്തുതി? അതായത് ആ പ്രഹ്ലാദനെ സ്തുതിക്കാനുള്ള ശക്തി എങ്ങനെ കിട്ടി? ആ നരസിംഹ ഭഗവാന്റെ, എന്ന് വെച്ചാൽ അന്തകന്റെ തൃക്കൈയിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന നിണമണിഞ്ഞ കരങ്ങളാൽ പ്രഹ്ലാദനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്, ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട്.
അങ്ങനെയാണ് ആ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നത്. എന്താണ് സ്തുതി? ബ്രഹ്മാദിദേവന്മാർക്ക് ശാന്തനാക്കുവാൻ കഴിയാത്ത അവിടത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കും? അങ്ങ് കുലമോ ജാതിയോ അല്ല, അനന്യ ഭക്തിയാണ് നോക്കുന്നത്. ഭക്തന്മാർ കൊടുക്കുന്ന പദാർത്ഥങ്ങൾ ഭക്തവാത്സല്യത്താൽ മാത്രം അങ്ങ് സ്വീകരിക്കുന്നു. ഭഗവാൻ അവിടേക്ക് അതൊന്നും ആവശ്യമില്ല. കാരണം ബിംബത്തിൽ ചാത്തുന്നതേ പ്രതിബിംബത്തിൽ ഫലിക്കുകയുള്ളൂ. സ്തുതിച്ചാലേ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ. സ്തുതിച്ചാൽ ഭഗവാന്റെ ഗുണങ്ങൾ നമ്മിലേക്ക് വരും. ആ ഭഗവാനെ അവിടുത്തെ അവതാരം ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ലല്ലോ, ലോകരക്ഷയെ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങയുടെ ഉഗ്രരൂപത്തിൽ എനിക്ക് ഭയമില്ല, ഇത് അങ്ങയുടെ നടന കൗശലം മാത്രമാണ്. ഭഗവാനെ എനിക്ക് ഭയം ഈ സംസാരത്തിലാണ് എനിക്ക് ഭയം. അതിൽ നിന്നും എന്നെ രക്ഷിക്കണം. അതിന് പാദഭക്തി എനിക്ക് ഉണ്ടാകണം. ആ പാദത്തിലേക്ക് എന്നെ അവിടുന്ന് എപ്പോഴാണ് എടുക്കുന്നത്? ആ പാദത്തിലേക്ക് എന്നെ എപ്പോഴെടുക്കും ഭഗവാനെ? തൃപാദഭക്തി കിട്ടിയാൽ എനിക്ക് ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം ഉണ്ടാകും. അപ്പോൾ ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കുവാനും നാമകീർത്തനാദികൾക്ക് അവസരം ലഭിക്കുമോ ഒക്കെ ചെയ്യും. ഭഗവാനെ ആളുകൾ പറയാറുണ്ട്, കുട്ടികൾക്ക് രക്ഷ മാതാപിതാക്കളാണെന്ന്, സമുദ്രത്തിൽ പോകുന്നവർക്ക് രക്ഷ കപ്പലാണ്, കപ്പിത്താനാണെന്ന്, രോഗിക്ക് വൈദ്യനാണെന്നും മരുന്നാണെന്നും. ഭഗവാനെ അതൊന്നും ശരിയല്ല. അതിൽ കൂടിയെല്ലാം അവിടുന്ന് രക്ഷിക്കുന്നില്ലെങ്കിൽ എല്ലാം വ്യർത്ഥം. ഭഗവാനെ അച്ഛനമ്മമാരിലൂടെയും കപ്പിത്താനിലൂടെയും വൈദ്യനിലൂടെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ, അവിടുന്ന് പ്രസാദിക്കുന്നില്ലെങ്കിൽ ആർക്കും രക്ഷ കിട്ടുകയില്ല. ഭഗവാനെ എല്ലാം, അതായത് ഈ വിഷയസുഖം എന്ന് പറയുന്നത് ചൊറിയുന്ന സുഖമാണ് ഭഗവാനെ, വിഷയസുഖം. ആ സുഖം പിന്നെ നീറും. 10 ഇന്ദ്രിയങ്ങളും ഭഗവാനെ ഈ മനസ്സും വിഷയങ്ങളിലേക്കാണ് എല്ലായ്പ്പോഴും ജീവനെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാൻ ഒരു ഇന്ദ്രിയവുമില്ല. സാധാരണക്കാർക്ക് ഭഗവാനെ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. സങ്കല്പം മാത്രം കൊണ്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് സംഹരിക്കുന്ന അവിടത്തേക്ക് മാത്രമേ ഈ കൃപണന്മാരെ രക്ഷിക്കുവാൻ സാധിക്കൂ. എനിക്ക് അങ്ങയുടെ പാദഭക്തി മാത്രം മതി, പാദഭക്തി മാത്രം മതി എന്നുള്ളതാണ് ആ പ്രഹ്ലാദൻ സ്തുതിയുടെ അവസാനത്തിൽ പറയുന്നത്. അങ്ങനെയാണ് എന്ത് വരം എന്ന് ചോദിക്കുന്നു. ആ വരം ഭഗവാൻ എന്നെ പ്രലോഭിപ്പിക്കരുതേ, ഈ ലോകത്തിലുള്ള ഒരു വിഷയത്തിലും ആഗ്രഹമില്ലാതിരിക്കാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രഹ്ലാദന്റെ ആ ഏഴ് തലമുറകൾക്ക് ഗതി കൊടുക്കുകയും അങ്ങനെ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ആ കഥയിലൂടെ. ഓരോ മന്വന്തരക്കാലം പിന്നീട് ആ പ്രഹ്ലാദൻ ഭരിക്കുന്നതായിട്ട് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായിട്ട് ഭയമകലുവാൻ ഈ ഹിരണ്യകശിപുവിന്റെയും പ്രഹ്ലാദന്റെയും ചരിതം നല്ലതുപോലെ ശ്രവിച്ചാൽ മതി എന്നും ഫലശ്രുതിയും പറഞ്ഞിട്ട് കഥ അവിടെ അവസാനിക്കുന്നുണ്ട്. പിന്നെ ത്രിപുരന്മാരുടെ കഥകള് നമുക്ക് ശ്രവിക്കാൻ സാധിച്ചു. ത്രിപുരന്മാരുടെ കഥയിൽ നിന്നും ത്രിഗുണങ്ങള് എന്നുവെച്ചാൽ സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തിന്റെയും പ്രത്യേകതയാണ് നമ്മൾ തത്വമായിട്ട് മനസ്സിലാക്കേണ്ടത്. കഥയെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മെ, അതായത് സത്വഗുണം രക്ഷിക്കും, രജോ ഗുണം ദുഃഖിപ്പിക്കും, തമോ ഗുണം കൊല്ലിക്കും, അതായത് നശിപ്പിക്കും എന്നാണ്. അതുകൊണ്ട് തമോ ഗുണത്തെ എന്ത് ചെയ്യണം? തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും സത്വഗുണത്തെ ഉപശമശീലം കൊണ്ടും ജയിക്കണം എന്നുള്ളൊരു ആന്തരികമായ രഹസ്യം, ആന്തരികമായ തത്വമാണ് ആ ത്രിപുരന്മാരുടെ ചരിതത്തിലൂടെ നമുക്ക് ശ്രവിക്കുവാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും ഇനി 7ാമത്തെ സ്കന്ധത്തില് വരുന്നത് സദാചാര വർണ്ണനമാണ്. അതായത് നമ്മുടെ വർണ്ണാശ്രമധർമ്മങ്ങള്, 4 വർണ്ണത്തിന്റെയും 4 ആശ്രമത്തിന്റെയും അതുപോലെ സ്ത്രീയുടെയും ഒക്കെ ഒരു ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള ആ താല്പര്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള 5 അധ്യായങ്ങളിലൂടെ ഈ 7ാമത്തെ സ്കന്ധത്തില് പ്രകാശിപ്പിക്കുവാൻ പോകുന്നത്. ആയതുകൊണ്ട് നമുക്ക് ആ സദാചാര വർണ്ണനം, വർണ്ണാശ്രമധർമ്മം എന്താണ്, ഭാഗവത ധർമ്മത്തിലൂടെ, ഭാഗവത പുരാണത്തിലൂടെ ശാസ്ത്രം നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഭാഗവതത്തിന്റെ ഭാഷയിലും എന്റെ സ്വന്തം ഭാഷയിലും ഗുരുക്കന്മാർ എനിക്ക് പകർന്നു നൽകിയ അനുഗ്രഹത്തിന്റെ അറിവിന്റെ വെളിച്ചത്തിലും നമുക്ക് ആ സദാചാര വർണ്ണനയെ ഒന്ന് വിശദീകരിക്കുവാനായിട്ട് ആരംഭിക്കാം.